കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് പൂനെയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ എക്സാം മാനിഫെസ്റ്റോ പുറത്തിറക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി ബി.ജെ.പി സ്ഥാപകൻ അഭിജിത് ദീപ് കെ, ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് എന്നിവർ പങ്കെടുക്കും. അർജുൻ പീതാംബര വിവരങ്ങളും ചേരുന്നു. അർജുൻ, ഫുൾ പ്രൂഫായി ഒരു പരീക്ഷ എങ്ങനെ നടത്താം എന്ന് നീറ്റിനെ പഠിപ്പിക്കുകയാണോ കോക്രോച്ച് ജനതാ പാർട്ടി? അശ്വിനി, വലിയ പ്രക്ഷോഭം തന്നെ വ്യാപകമായി നടത്തുമെന്നുള്ളൊരു കാര്യമാണ് കോക്രോച്ച് ജനതാ പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു എക്സാം മാനിഫെസ്റ്റോ പുറത്തിറക്കും ഇന്നത്തെ പൂനെ പ്രതിഷേധത്തിൽ എന്നുള്ള കാര്യം അഭിജിത് ദീപ് കെ ഇന്ന് പൂനെയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ എങ്ങനെയൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റോയാണ് പുറത്തിറക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴെന്തായാലും അഭിജിത് ദീപ് കെ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ പൂനെയിലെ ഒരു പ്രതിഷേധം ആരംഭിക്കും. ആ പ്രതിഷേധത്തിനിടയിൽ ഈ ഒരു മാനിഫെസ്റ്റോ അനാച്ഛാദനം ചെയ്യുമെന്നുള്ള കാര്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, എത്രയും പെട്ടെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴിയണമെന്നുള്ള കാര്യം, അതും ധാർമ്മിക ഉത്തരവാദിത്വം, ഈ CBSE നീറ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതിൽ തന്നെ സൈബർ ഇടത്തെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പേപ്പർ സുരക്ഷ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നുള്ള കാര്യം തന്നെയാണ് CJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധം ഇപ്പോൾ ഇന്ന് പൂനെയിൽ വെച്ച് തുടങ്ങുന്നു, പിന്നീട് അത് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നുള്ള കാര്യം. ഒപ്പം തന്നെ 20-ാം തീയതി വീണ്ടും ജന്തർ മന്ദറിലേക്ക് എത്തി. കഴിഞ്ഞ നാളിലുണ്ടായ പോലെ തന്നെ വലിയൊരു പ്രക്ഷോഭം. പക്ഷേ ആ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല. ധർമ്മേന്ദ്ര പ്രധാൻ എപ്പോൾ രാജിവെക്കും അതുവരെ ജന്തർ മന്ദർ തന്നെ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി വ്യക്തമാക്കുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യുക, അതിലൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശങ്ങളോടെ ഇത്തരത്തിലൊരു എക്സാം മാനിഫെസ്റ്റോ കൂടി പുറത്തിറക്കുന്ന ഒരു നടപടിയിലേക്ക് CJP നിലവിൽ പോയിരിക്കുന്നത്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.